ഇപ്പൊ SFI അങ്ങ് മാപ്പ് പറഞ്ഞു ഇതിനകത്ത്. ഇപ്പോൾ ആരെടുത്താ ഈ മരിച്ചുപോയ കുട്ടിയുടെ മാതാപിതാക്കളോടും കുടുംബത്തോടും മാപ്പ് പറയുക എന്ന് പറഞ്ഞു. ഈ മാപ്പൊക്കെ പറയുന്നത് എന്തിനാണെന്നറിയോ? ഇത് ഒതുക്കി തീർക്കാനുള്ള പരിപാടിയാണ് ഈ മാപ്പ്. എന്തോ മാപ്പ്? ഒരു കുഞ്ഞിനെയും കൊന്നിട്ട് മാപ്പ് പറഞ്ഞാൽ മതിയോ? ഇതുപോലെ എത്ര പേരെയാ നടക്കുന്നത്? എത്രയാ നടക്കുന്നത്? CPM ഭരിക്കുന്നിടത്തോളം ഒരു കാരണവശാലും ഈ കേസ് ഈ SFI പ്രവർത്തകരെ രക്ഷിക്കാനുള്ള ഒരു മാർഗമല്ലാതെ വേറൊന്നും ഉണ്ടാകത്തില്ല. പിന്നെ SFIയോട് വളരെയധികം കൂറു പുലർത്തുന്ന ഡീൻ അയാളെ സംരക്ഷിക്കണം. അതേപോലെ തന്നെ രജിസ്ട്രാർ അവരൊക്കെ അവിടെ ഉള്ളായിരുന്ന ആളുകളാണ്. അപ്പം അയാൾ ഇനി ഇത് നടന്നു ഇനി ഇത് പുറത്തോട്ട് പറയേണ്ടെന്നുള്ളതാണ്. ഇത് അയാളും ഇതിൽ പ്രതിയാണ്. രജിസ്ട്രാർ വൈസ് ചാൻസലർ ഉണ്ടായിരുന്ന അയാളും പ്രതിയാണ്. അപ്പോൾ ഇവരെയൊക്കെ സംരക്ഷിക്കുന്ന ഒരു നടപടിയാണ് ഗവൺമെൻറ് എടുത്തത്. SFIക്കാരൻ ഞാൻ പിന്നെ പറയുന്നില്ല. അവരെ സംബന്ധിച്ചിടത്തോളം അവരെ കുഞ്ഞുങ്ങളാണ്. അപ്പോൾ അവരെ സംരക്ഷിച്ചേ മാർഗമുള്ളൂ. ആ രീതിയിലാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് എല്ലായിടത്തും അതാണ്. ഇത് ഈ ഒരു കാരണവശാലും ഈ നമ്മുടെ കേരള പോലീസിൻ്റെ ഇന്നത്തെ ഇൻവെസ്റ്റിഗേഷൻ ഇപ്പോൾ ഒരുമാതിരിയൊക്കെ കുറച്ചൊക്കെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തിട്ടുണ്ട് ആ DYSP. പക്ഷേ അയാളെ വിരട്ടും. അയാളെ വിരട്ടി എന്നുള്ളതാണ് ഇന്നലെ പരസ്യമായിട്ട് പറഞ്ഞത്. അയാളെ വിരട്ടാൻ പോയതാണ്. അതാണ്. ആ വാക്ക് ഉപയോഗിച്ചില്ലെന്നുള്ളതേ ഉള്ളൂ. പക്ഷേ നമുക്ക് കേൾക്കുമ്പോൾ അറിയാമല്ലോ എന്തുവാന്ന്. വരട്ടെ, കോമൺ സെൻസുള്ള ഒരുത്തന് മനസ്സിലാവും. അത് ചോദിക്കാൻ പോയതാണ്. തലേന്ന് DYSP പറഞ്ഞു അതൊന്നും ചോദിക്കാൻ പോയതാന്ന്. ചോദിക്കാൻ ഇയാളാര്? അത് ആഭ്യന്തരമന്ത്രിക്ക് ചോദിക്കാമല്ലോ, വേണമെങ്കിൽ ചോദിച്ചോട്ടെ. ഇയാളാരാ? ഇനി ആഭ്യന്തരമന്ത്രി പറഞ്ഞയച്ചാണോ എന്ന് എനിക്കറിയില്ല. ഏതായാലും ഈ രീതിയിലുള്ള സംഭവം നടക്കുന്നത്. അതുകൊണ്ട് അന്വേഷണമൊന്നും പ്രോപ്പറായിട്ട് നടക്കത്തില്ല ഇതിനകത്ത്. ഇതുവരെയും ആ 307, അതായത് ഇതിപ്പോൾ ആ കൊലക്കുറ്റം അതിനകത്ത് ചാർത്തുന്നില്ലെങ്കിൽ 307 ഉറപ്പായിട്ട് വരണം. കാരണം ഈ കുട്ടിയുടെ ഈ ഇടത് നെഞ്ചിലൊക്കെ ഉണ്ടല്ലോ, ആ മിഡ് ലൈനിൽ നിന്ന് 6 സെൻറ്റിമീറ്റർ മാറി, അതായത് ഈ ഭാഗത്ത് വരും. ഇവിടെ ശരി ഭയങ്കരമായിട്ട് ചവിട്ടിയതിൻ്റെ പാടാണ് കിടക്കുന്നത്. വലിയ പാട്, വളരെ 15 സെൻറ്റിമീറ്ററൊക്കെ വിസ്താരമുള്ള പാട്. അത്രത്തോളം ചവിട്ടിയതാണ്. അതുപോലെ വലത് നെഞ്ചിലും. അത് പിന്നെ പോട്ടെ, ഇടത് ചവിട്ടിയിട്ട് പോരാന്ന് തോന്നിയായിരിക്കും വലത്തൂടെ ചവിട്ടിയത്. ഇടത് വയറിന് അബ്ഡമൻ അവിടെ ചവിട്ടി. അതിൻ്റെ ഇമ്പാക്റ്റ്, ഇൻറ്റേർണൽ ഇമ്പാക്റ്റ് കൊണ്ട് ആ വൻകുടലിൻ്റെ ആ റെക്റ്റത്തിൻ്റെയും ഭാഗത്ത് അതിലെ ഭയങ്കരമായ കൺഫ്യൂഷനുണ്ട് വളരെ. ഇത് ധാരാളം മതി. അതുപോലെ തന്നെ കഴുത്തിൽ അത് മരണകാരണമായേക്കാവുന്ന തന്നെ വേറെ ഒരു പ്രഷർ അബരേഷൻ ഉണ്ട്. അത് വയർ മുറുക്കി വലിച്ചതാണ്. അതാ കാര്യം. അപ്പം അത്രയും മതി. കാരണം ബ്രെയിനിലേക്കുള്ള ബ്ലഡ് സപ്ലൈ കുറച്ച് നേരം തടഞ്ഞു കഴിഞ്ഞാലുണ്ടല്ലോ ആള് ബോധരഹിതനായി പോകും. മരണത്തിൻ്റെ എല്ലാ ലക്ഷണങ്ങളും കാണിക്കും. മരിച്ചാന്ന് വിചാരിക്കും. ഇതാ കാര്യം. ഈ മരിച്ച ആളിനെ ഉണ്ടല്ലോ, ഒരു മരിച്ച ആളിനെ 2 മണിക്കൂറിനകത്ത് എടുത്ത് കെട്ടി തൂക്കിയാലും ഇതുപോലെ ഈ പ്രഷർ അബരേഷൻ അതുപോലെ വരും, ശരീരത്തിൽ വരാം. ഇൻഫിൽട്രേഷൻ ഓഫ് ബ്ലഡ് ഒക്കെ വരും. കാരണം അപ്പോഴത്തേക്കും ബ്ലഡ് ക്ലോട്ടൊന്നും ആവത്തില്ല. അതൊക്കെ വരാവുന്നതാണ്. ഇത് ശരിയായ രീതിയിൽ അതിൻ്റെ പോസ്റ്റ്മോർട്ടം നടക്കണമായിരുന്നെങ്കിൽ ലൈഗേച്ചർ കൊണ്ട് കൊടുക്കണം. അത് ചെയ്തിട്ടില്ല. അപ്പോൾ അതിനെക്കുറിച്ച് അന്വേഷണമൊന്നുമില്ല. പിന്നിത് ഈ കൊലപാതകത്തിൻ്റെ ആ അന്വേഷണം എങ്ങും എത്തത്തില്ല ഇപ്പോൾ. അതിൻ്റെ കാരണം എന്താണെന്ന് ഞാൻ ഈ പറഞ്ഞ പോലെ ആദ്യത്തെ തെളിവുകൾ മുഴുവൻ നശിപ്പിച്ചു. ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള വിറ്റ്നസ്സിനെ കിട്ടത്തില്ല. ഈ വിറ്റ്നസ്സിന് സാക്ഷികളായിട്ടുള്ള ആളുകളെ എല്ലാം ഇവർ ഭീഷണിപ്പെടുത്തും. എന്ന് പറഞ്ഞാൽ ഇത് പുറത്തു പറഞ്ഞാൽ കൊന്നുകളയും, തല കാണത്തില്ല എന്ന് പറഞ്ഞേക്കുന്നതാണ് ഈ കുട്ടികളുടെ അടുത്ത്, ബാക്കിയുള്ളവരുടെ അടുത്ത്. അപ്പോൾ ഇതിൽ നിഷ്പക്ഷരായ ഒരുപാട് കുട്ടികളുണ്ട്. അവർ ഇത് പുറത്ത് പറഞ്ഞാൽ അവരെ തല കാണത്തില്ല എന്നാ പറഞ്ഞേക്കുന്നത്. അത്രയും വലിയ ആളുകളായ യവന്മാർ, വലിയ പുള്ളികളാണ്. കാരണം യവന്മാരെ ഭരിക്കുന്ന യവന്മാരാണല്ലോ. തല എവിടെയൊക്കെ ഇരിക്കണം, ആർക്കൊക്കെ തല വേണമെന്ന് തീരുമാനിക്കുന്നവനൊക്കെയാണ്, വേറെ ആരല്ല സമൂഹത്തിൽ. അപ്പോൾ ഇതാണ് അവരുടെ കാഴ്ചപ്പാട്. അങ്ങനെയുള്ളപ്പോൾ എങ്ങനെ ഈ അന്വേഷണം നടക്കുന്നത്? അപ്പോൾ പറയും ഞങ്ങൾ വേണമെങ്കിൽ ക്രൈം ബ്രാഞ്ചിന് കൊടുക്കാമെന്ന് പറയും. ഒരു പ്രയോജനമില്ല. അത് ഒതുക്കാനാണ്. ക്രൈം ബ്രാഞ്ചിന് കൊടുത്താലും അത് ഒതുക്കൽ മാത്രമേ നടക്കുള്ളൂ, വേറെ ഒന്നും നടക്കത്തില്ല അതിനകത്ത്.